ദൈവം സ്തോത്ര പ്രാവശ്യം കൊണ്ട് ദൈവത്തിൻ്റെ സന്നിലായിരിക്കും കർത്താവ് ഇടയായിട്ട് ഞാൻ നന്ദി പറയുന്നു. നമ്മൾ നേരത്തെ ഇപ്പോൾ പാടി തേടി വന്ന് ദോഷിയാം എന്നെയും നാദാന്നുള്ള പാട്ട് പാടിയപ്പോൾ ഞാൻ ചിന്തിക്കായിരുന്നു, നമ്മളെല്ലാം തീർച്ചയായിട്ടും ദോഷികളും പാവികളുമായിരുന്ന നമ്മൾ കർത്താവ് തേടി വന്നതിനായിട്ട് ഞാൻ നന്ദി പറയുന്നത് പോലെ തന്നെ നമ്മൾ പാടിയ പാട്ട് ആദ്യം പാടിയപ്പം കരുണാനിധിയെ കാൽവറിയമ്പേ എന്നുള്ള പാട്ട് പാടിയപ്പം എന്നൻ സിയോനെ ചെന്നങ്ങ് കാണും അന്നൻ കണ്ണീരും മാറും കനാലിൽ ഭക്തർ ശ്രവിക്കും കത്രികാഹളം വ്യക്തമായി കാണും ഞാനൻ രക്ഷകനെ എന്നുള്ള പാട്ടും നമ്മൾ പാടി. അപ്പോൾ ഞാനിതെല്ലാം ഇന്ന് പാടിയപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, എത്രമാത്രമാണ് നമ്മളെ കർത്താവ് കരുതുകയും ആ ഒരു ആഗ്രഹം എത്രമാത്രം നമ്മുടെ ജീവിതത്തിലുണ്ടെന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ഞാനിങ്ങനെ ഇങ്ങനെയായിരുന്നു ഞാൻ ഇപ്പം സിനിമ പാട്ട് പാടിയപ്പം തീർച്ചയായിട്ടും കുഞ്ഞാടിൻ്റെ കൂടെ ഗമിച്ചവർ തീർച്ചയായിട്ടും നമ്മളൊരു യോഗ്യരാണ്. കുഞ്ഞാടിൻ്റെ കൂടെ ഗമിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പാട്ടിന് വളരെ അർത്ഥവുമുണ്ട്. കാരണം നമ്മളത് അങ്ങനെയാണെങ്കിൽ ആ പാട്ട് പാടുമ്പോൾ എത്രമാത്രം ഹൃദയത്തിൽ നമുക്കൊരു ആനന്ദം നമുക്കുണ്ടാവും എന്നുള്ളത് ഞാൻ ചിന്തിക്കുകയായിരുന്നു. കാരണം പെട്ടെന്നാണ് ആ സഹോദരൻ പാട്ട് പാടി, പക്ഷേ പെട്ടെന്ന് വളരെ മീനിങ് ഉണ്ട്. കാരണം തീർച്ചയായിട്ടും നമ്മൾ ആ കൂടെ ഗമിക്കുന്നവർ തന്നെയാണ്. ദോഷികളായിരുന്ന നമ്മളെ അവൻ തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ സഭയുടെ ഭാഗമാക്കി നമ്മളെ തീർത്ത് ദൈവസന്നിധിയിൽ നമ്മളെ നിർത്തിയിരിക്കുമ്പോൾ എത്രമാത്രം നമ്മൾ ആ ഒരു കാര്യം അതിനെ വിലയായിട്ട് കാണണമെന്നൊക്കെ നമ്മൾ അറിയുകയും അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, പിതാവേ, നിൻ്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്ന കർത്താവെ ഞങ്ങളെ സഹായിക്കണം, ബലപ്പെടുത്തണം, ശക്തീകരിക്കണം കർത്താവെ. ഇന്ന് നടത്തുന്ന എല്ലാ വഴികൾക്കായിട്ടും കർത്താവെ നന്ദി പറയുന്നു. കർത്താവെ, നിൻ്റെ സന്നിധിയിലിരിക്കുന്ന കർത്താവെ നീ സഹായിക്കണം കർത്താവെ. നിൻ്റെ വചനം കർത്താവെ നീ തന്നെ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിൻ്റെ വചനം പരിശുദ്ധാത്മാവ് കർത്താവെ എന്ത് പറയണമെന്നുള്ളത് കർത്താവെ അത് മാത്രം പറഞ്ഞുകൊണ്ട് കർത്താവെ ഇപ്പം നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അനുഗ്രഹമായിപ്പാൻ കർത്താവെ നീ തന്നെ സഹായിക്കണം. കടന്നു വന്നവരെല്ലാവരും കർത്താവെ ആത്മാവിൻ്റെ ബലത്തോടെ തന്നെ ആയിരിക്കാൻ നോക്കണം കർത്താവെ. എല്ലാവരുടെയും ഹൃദയങ്ങളിൽ കർത്താവെ നീ തന്നെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ കടന്നു വരുന്നതും പോകുന്നതും ഒന്നും കർത്താവെ വ്യർത്ഥമായിരിക്കാൻ കർത്താവെ നീ ഇടയാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവം നടത്തുന്ന എല്ലാ വഴികൾക്കായിട്ടും ഞാൻ നന്ദി പറയുന്നു. ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2 പത്രോസ് 3 ചില വാക്യങ്ങൾ താഴോട്ട് നമുക്കറിയാം. 3-ാം അധ്യായം എന്തിനെക്കുറിച്ചാണെന്നുള്ള ഒരു കാര്യം നമുക്ക് തന്നെ എല്ലാവർക്കും തന്നെ അറിയാം. അതിൻ്റെ 3-7 മുതലുള്ള ചില വാക്യം താഴോട്ട് വായിക്കാം. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നു കളയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴുക്കത്തോടെ ഒഴിഞ്ഞു പോവും, മൂലപദാർത്ഥങ്ങൾ കത്തിയൊഴിയും, ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവദിവസത്തിൻ്റെ വരവ് കാത്തിരിക്കുമെന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനം ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിപ്പീൻ. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരമായവർ ശേഷം തിരുവെഴുത്തുകളെപ്പോലെ അതും തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണുപോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കൃപയിലും നമ്മുടെ കർത്താവിലും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. അവന് മഹത്വം എന്നേക്കും, ആമേൻ. ഞാനിത്
എന്നോട് ഇടപെട്ട ഒരു കാര്യം, നമ്മൾ ദൈവത്തിൻ്റെ വചനം ആദ്യം വളർന്ന് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, കഴിഞ്ഞ ആഴ്ചയും വളരെ ശക്തമായിട്ട് തന്നെ കഴിഞ്ഞ ആഴ്ചയും കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ ആഴ്ചയൊക്കെയും കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം തീർച്ചയായിട്ടും നമ്മളിതൊക്കെ കേൾക്കുമ്പോഴും നമ്മൾ എത്ര പേര് ആ കർത്താവിൻ്റെ ആ വരവിനെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഉണ്ട് ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പം. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നമ്മൾ പലപ്പോഴും നമ്മുടെ മീറ്റിങ്ങുകളിൽ ഈ ഒരു കാര്യം വളരുന്നത് അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുന്ന കാര്യം വളരെ കുറവാണ്. എൻ്റെ ഒരു ഇതിൽ ഞാൻ ചിന്തിക്കുന്ന മുത്തുകുമാർ ബ്രദർ ഇടയ്ക്ക് ചൊവ്വാഴ്ച മീറ്റിങ്ങുകളിലൊക്കെ ഇങ്ങനെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ബ്രദർ സംസാരിക്കാറുണ്ട്. നമുക്ക് പലപ്പോഴും കേട്ടിട്ടുണ്ട്, സഹോദരൻ ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്. അപ്പം ഇന്ന് ഞാനിങ്ങനെ ഇന്നലെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ആ ഒരു വരവിനെക്കുറിച്ച് ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയായിരുന്നു. കാരണം നമ്മൾ ഈ വചനമൊക്കെ കേൾക്കുക എന്നുണ്ട് ധാരാളമായിട്ട്, പക്ഷേ നമ്മൾ ഈ കേട്ടിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെയും നമ്മൾ എത്രമാത്രം ചിന്തിക്കുന്നുണ്ട് നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. അപ്പം ഞാൻ വേറൊന്നും ചിന്തിക്കരുത്, ഇപ്പോൾ ഇവിടുത്തെ യുദ്ധങ്ങളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ നടക്കുന്നു, ആ ഒരു രീതിയിൽ അല്ല ഞാൻ അതിനെ കണ്ടത്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന ഒരു കാര്യമായിരുന്നു. ഞാൻ കൂടുതലായിട്ട് എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ മാത്രമാണ്, പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തന്ന ചില കാര്യങ്ങൾ മാത്രം പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വലിയ വിശദമായിട്ട് സംസാരിക്കാനൊന്നും എനിക്കതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളൊരു കാര്യം. പക്ഷേ നമ്മൾ ഈ കേൾക്കുന്ന വചനമൊക്കെയും അതിനകത്ത് താഴെ എഴുതിയിരിക്കുന്നത്, കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും, അന്ന് ആകാശം കൊടുമുഴുക്കത്തോടെ ഒഴിഞ്ഞു പോകും, അതിലെ സകല പദാർത്ഥങ്ങളും കത്തി ഒഴിയും, ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുറ്റൊഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവദിവസത്തിൻ്റെ വരവ് കാത്തിരിക്കുകയും വ്യക്തപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. അപ്പം ഞാൻ എൻ്റെ ഹൃദയത്തിൽ കൂടുതൽ എന്നെക്കുറിച്ച് ഈ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ, ഞാൻ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്നൊരു കാര്യമാണ്, നമ്മൾ ഈ വരവിനായിട്ട് നോക്കി പാർത്തിരിക്കുമ്പോൾ എന്ന ഈ ഒരു കാലം നമ്മൾ എത്ര പേർ ആ ഒരു ലെവലിലാണ് ഇത് കാണുന്നതെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ വിചാരിക്കുന്നു നമ്മളെല്ലാവരും നമ്മളിതൊക്കെ വിശുദ്ധ ജീവിതത്തെക്കുറിച്ചും വിശുദ്ധിയെക്കുറിച്ചും എല്ലാം നമ്മളോട് പറയുമ്പോഴും കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറയുമ്പോഴും ഈ കാര്യമൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ മറന്നു പോകാതിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നുള്ള ഒരു കാര്യം. ആ വരവിൽ നമ്മൾ എത്രമാത്രം വിശുദ്ധരായിരിക്കണം, അല്ലെങ്കിൽ അതിനപ്പുറത്ത്, അതായത് ഇതിൻ്റെ രണ്ടിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറേ വീണുപോയ ചില കാര്യങ്ങൾ ഓരോരുത്തരെ പറ്റിയും ഇവിടെ താഴെ തൊട്ട് ഇങ്ങോട്ട് രണ്ടിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, എത്രമാത്രമാണെന്നുള്ളത്. അപ്പം ഞാൻ അതിന് മുമ്പിലും ഈ 1-ാം അധ്യായം, അതായത് 2 പത്രോസ് 1 നമുക്കിതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. അതായത് കൃപയിൽ വളരുന്ന കാര്യവും നമ്മൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നതിന് ശേഷം, വീണുപോയവരുടെ കാര്യം പറഞ്ഞ ശേഷം, അതിന് ശേഷമാണ് ആ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഈ 1 പത്രോസ് 1 ചില കാര്യങ്ങൾ കർത്താവ് പറയുന്നുണ്ട്. അതിൻ്റെ 1:13 മുതൽ ചില കാര്യങ്ങൾ കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യം 13 ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർഭതരായി ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. പണ്ട് നിങ്ങളുടെ അജ്ഞാതകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുവീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മൂവേഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്ക ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. വ്യർത്ഥവും പ്രതിപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായവ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് എത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പം ഞാനിതെല്ലാം ഇരുന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കേൾക്കുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയും നിങ്ങൾ വചനമൊക്കെ കേൾക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് ആ ഒരു കർത്താവിൻ്റെ വരവിൻ്റെ ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ കർത്താവ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എത്രമാത്രം ഒരുങ്ങിയിരിക്കണം എന്നുള്ള ഒരു കാര്യം, ഒരു കാര്യമായിരുന്നു ഞാൻ വളരെ അധികം ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം. ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവിൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നമ്മളോട് കർത്താവിനുള്ള ആ ഒരു സ്നേഹം,
അതായത് നമ്മൾ വിചാരിക്കുന്നു എന്തുകൊണ്ടാണ് നമ്മൾ ഈ വർഷങ്ങളായിട്ട് നമുക്ക് ഒരു പക്ഷേ ഈ ഒരു വിശ്വാസത്തിലായി ചെറുപ്പം മുതലേ ആയിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അന്ന് മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ് കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും കർത്താവിൻ്റെ പ്രത്യക്ഷത്തെക്കുറിച്ചും. നമ്മൾ പല കൺവെൻഷൻ പ്രസംഗങ്ങളിലും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ധാരാളം കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച്. അപ്പം ഇന്നും അത് വെച്ച് നമ്മുടെ പ്രായം വെച്ച് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങളായിട്ട് കേൾക്കുന്നു. അപ്പം നമുക്കൊരു സംശയം തോന്നാം, ഇതുവരെയും ഇത്രയുമായിട്ടും കർത്താവ് വന്നിട്ടില്ല. അപ്പം ഇനി എന്നാണ് കർത്താവ് വരുന്നത്? അപ്പം നമ്മളിപ്പോൾ നോക്കുമ്പം ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുമ്പം നമുക്കറിയാം, ഈ പല പ്രാസംഗികന്മാരും പല ഇതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന പലരും ഇത് അപ്പോഴത്തന്നെ അതിൻ്റെ വാക്യങ്ങൾ എടുത്ത് കൂട്ടുകയും അപ്പോൾ തന്നെ ഈ നടക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പം സംഭവിക്കും അല്ലെങ്കിൽ ഉടനെ കർത്താവിൻ്റെ വരവുണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കേൾക്കുന്ന വചനം, അതായത് ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മനസ്സന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് ആ കർത്താവിൻ്റെ വരവ്, നമ്മളെ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ വചനമൊക്കെ കേൾക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് യഥാർത്ഥമായിട്ടൊരു മാനസാന്തരം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമായിരുന്നു ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഈ വചനം കേൾക്കുമ്പോൾ മാനസാന്തരപ്പെടുക എന്ന് പറയുമ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യം, കഴിഞ്ഞ ആഴ്ചയിൽ ഞാനിതാരെയും ഇത് ചെയ്ത് പറയുന്നില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ വചനമൊക്കെ കേട്ടു. ഈ വചനമൊക്കെ കേട്ടതിന് ശേഷം നമുക്ക് എത്ര പേർക്ക് ആ ഒരു വചനം കേട്ടതിന് ശേഷം നമുക്ക് ആ ഹൃദയത്തിൽ എത്ര പേരോട് ഈ കാര്യം സംസാരിച്ചു? വചനം സംസാരിച്ച സഹോദരന്മാർ ഇവിടെ വന്ന് സംസാരിച്ച, നമുക്ക് സമയം ഉണ്ടായിരുന്നു, എന്നിട്ട് പോലും വന്ന് സംസാരിച്ച സഹോദരന്മാർ വളരെ കുറവായിരുന്നു. കാരണം ഞാനിത് അത് കഴിഞ്ഞ ശേഷം ഞാൻ റൂമിൽ പോയിരുന്നിട്ട് ഞാനിങ്ങനെ ചിന്തിച്ചു. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും കൂടി വരുമ്പോഴും ഈ സഭയിൽ വളർച്ച വേണം എന്ന് നമ്മൾ പറയുകയും, പക്ഷേ നമ്മൾ ഈ കേൾക്കുന്ന വചനം എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിൽ ഇത് പതിക്കുന്നില്ലയോ അതോ ഇത് വർക്ക് ചെയ്യുന്നില്ലേ? ഇപ്പോൾ ഞാൻ വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ നമ്മുടെ പൈതങ്ങളൊക്കെ ആണെങ്കിലും വളർന്നു വരുന്ന തലമുറയാണ് ഇവരൊക്കെ. പൈതങ്ങളിപ്പം ഉള്ളവരിൽ ചിലരൊക്കെ എന്ന് വെച്ചാൽ 4 പേരിന് സ്ഥാനപ്പെട്ടവരാണ്. ഇതിനകത്ത് എത്ര പേര് ഈ നമുക്ക് സാക്ഷ്യം പറയാതിരിക്കുന്ന എത്ര പേരുണ്ട്? എത്ര ദിവസം കൊണ്ട് പറയാതിരിക്കുന്നു? അപ്പം നമ്മൾ പലപ്പോഴും സ്നാനപ്പെടണം, അപ്പം നമ്മുടെ പിള്ളേർ സ്നാനപ്പെടുന്നു. അപ്പം അതിനുവേണ്ടി നമ്മൾ വളരെ എന്താ പറയേണ്ടത്, നമ്മുടെ മാതാപിതാക്കന്മാരുടെ ഹൃദയങ്ങളിൽ വളരെ ഒരു ഭാരമുണ്ട്, പിള്ളേർ സ്നാനപ്പെടണം അങ്ങനെ. അപ്പം ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മുടെ ഒരു വ്യഗ്രതയും ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുകയും നമ്മളതിനു വേണ്ടി ഫോഴ്സ് ചെയ്യുകയും, എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഫോഴ്സല്ല ഞാൻ പറയും, നമ്മുടെയൊക്കെ ഹൃദയത്തിൽ മുമ്പോട്ട് പോകുമ്പോഴും നമ്മുടെ പിള്ളേരെയൊക്കെ സ്ഥാനപ്പെടുത്തണം അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ കൊണ്ടുപോകണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയും നമ്മളതിനു വേണ്ടി എഫോർട്ടൊക്കെ എടുക്കുന്നു. പക്ഷേ ഈ പിള്ളേരുടെയും ഹൃദയത്തിൽ ആഗ്രഹമുണ്ടായിരിക്കാം സ്ഥാനപ്പെടണം. പക്ഷേ ഞാൻ ചോദിച്ച ഒരു ചോദ്യം, ഇത് കഴിഞ്ഞ ശേഷം എന്താണ് സംഭവിക്കുന്നത്? ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ഈ സ്ഥാനപ്പെട്ടു അതിന് ശേഷം ഇവർക്കൊക്കെ എത്രമാത്രം ഒന്ന് സാക്ഷി പറയാൻ, അല്ലെങ്കിൽ ആ ഒരു സമയത്തെ അല്ലെങ്കിൽ ആ സ്ഥാനപ്പെട്ടതിന് ശേഷം 1-2 ദിവസങ്ങളിൽ കാര്യം പറയുകയും, അതോ നമ്മൾ അപ്പവും വീഞ്ഞും അല്ലെങ്കിൽ അത് ഭക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നോ നമ്മുടെ സ്നാനം? എല്ലാവരും അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും വീഞ്ഞിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പം എനിക്കും അതൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണോ സ്നാനപ്പെട്ടെ? അതോ സ്നാനപ്പെട്ടതിന് ശേഷം നമുക്ക് ആ ഒരു കാര്യം, ആ ഒരു ഉള്ളിലുണ്ടായിരുന്ന ആ ആഗ്രഹം തണുത്തു പോകുകയാണോ? അതോ അതിനെ അനുദിനം ഈ വചനം കേട്ട് വായിച്ച് നമുക്കതിനെ ബലപ്പെട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പൈതങ്ങളോട് തന്നെ ഞാൻ ചോദിക്കുകയാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഞാനിതൊക്കെ ചിന്തിക്കാൻ കാരണം, ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ ഘോരഘോരം സംസാരിക്കുകയും ശാസിക്കുകയും അങ്ങനെയല്ല സഹോദരന്മാരെ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഈ ഞണ്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഈ ഒരേ ലെവലിൽ തന്നെ പോകുന്ന ഒരവസ്ഥ കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ പരിശോധിക്കുകയായിരുന്നു. ഞാൻ ചിന്തിച്ച ഒരു കാര്യം എൻ്റെ കുറവായിരിക്കാം, ഞാൻ അങ്ങനെ തന്നെ എന്നെ കാണുവാനിടയായി തീർന്നു. കാരണം പലപ്പോഴും ഞാനിതിനെ കാണുന്നത് എൻ്റെ കുറവായിരിക്കാം, എൻ്റെ കുറവുണ്ടായിരിക്കാം എന്നൊക്കെ ഞാൻ അതിനെ കാണുകയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തു. കാരണം ഇത് കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് വിഷമമാണ്. കാരണം അത് വളരെ
സ്നേഹത്തോട് തന്നെ പറയട്ടെ, നമ്മൾ ഈ കാര്യത്തിനകത്ത് ഉത്സാഹമുള്ളവർ തന്നെ ആയിരിക്കണം. അപ്പം ഈ വചനമൊക്കെ ഇങ്ങനെ പറയുന്നു, കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു, നമ്മൾ ഒരുങ്ങണം, നമ്മൾ വിശുദ്ധിയും നിഷ്കളങ്കമുള്ളവരായി തന്നെ ഇരിക്കണം, കേൾക്കുന്ന വചനത്തോട് നമ്മൾ ഓരോ ദിവസവും കഴിയുന്തോറും കഴുക പ്രാപിച്ചുകൊണ്ട് വരണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ വരവിനായി നോക്കി പ്രാർത്ഥിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ കേൾക്കുന്ന സംസാരിക്കുന്ന ഈ വചനം നമ്മളോട് സൗരന്മാരെ ഹൃദയത്തിൽ അത് ഇടപെടുന്നുണ്ടോ? ഞാൻ ആരെയും ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല. വചനത്തിന് മുമ്പിൽ നിൽക്കുമ്പം നമ്മളാരെയും കുറ്റപ്പെടുത്തിയിട്ടല്ല ഈ കാര്യങ്ങൾ പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെട്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിനകത്ത് കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിനകത്ത് മാനസാന്തരത്തിന് ഇടയും കാണുവാൻ തൊക്കണം. കാരണം അതെ, കർത്താവ് അതിനകത്ത് ഇരിക്കുന്ന പോലെ ചിലർ എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ പണ്ട് ഒരാളിങ്ങനെ പറഞ്ഞ പോലെ സഭയിൽ 2 പാത്രങ്ങളുണ്ട്. മാനത്തിനുള്ള പാത്രങ്ങളുമുണ്ട്, ഹീനമായ പ്രവൃത്തിക്കുള്ള പാത്രങ്ങളുമുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് 2 കാര്യങ്ങളും സഭയിലുണ്ടാകും. അതുകൊണ്ട് പിന്നെ ഇതൊന്നും വലിയ കുഴപ്പമില്ലയെന്ന് അവിടെ തമാശയായിട്ട് പറഞ്ഞതാണ്. പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്ന എല്ലാവരും മാനപാത്രമായിരിക്കുവാൻ തക്കന്നെയാണ്. കർത്താവിൻ്റെ വചനം പറയുവാനും അതിനെ അവിടെ സംസാരിപ്പാനും മറ്റുള്ള സൗരങ്ങളെ ബലപ്പെടുത്തുവാനും വേണ്ടി തന്നെയാണ് നമുക്ക് ദൈവത്തിൻ്റെ വചനം തരുന്നത്. എല്ലാവരും കർത്താവ് ആഗ്രഹിക്കുന്നത് ആ ഒരു മാനപാത്രമായിട്ട് തന്നെ നിറഞ്ഞു തുളുമ്പുന്നവരായിട്ട് നമ്മളെ ഒരു സൗരഭ്യ വാസനയായി തന്നെ തീരുവാൻ തന്നെയാണ് കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും, അന്ന് ആകാശം. അതെ, അതൊക്കെ നമുക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ എത്ര അതിൻ്റെ 12 എഴുതിയിരിക്കുന്ന വീണ്ടും നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം എന്നുള്ളൊരു കാര്യം. ഞാനതും ഒന്നുകൂടെ വായിക്കുകയാണ്. നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കണ്ടോ 12 വാക്യമാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ താഴെ കർത്താവ് വരുന്ന കാര്യങ്ങളെക്കുറിച്ച് പിന്നെ പറയുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതിൻ്റെ 14 എഴുതിയിരിക്കുന്നു, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കിയാൽ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിക്കുവിൻ. അപ്പം കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കർത്താവ് പറഞ്ഞത്. കാരണം നമ്മൾ നിങ്ങളെ തന്നെ നമ്മളെ കറയും കളങ്കവും ഒന്നുമില്ലാത്തവരായിട്ട് ആ വിശുദ്ധ ജീവിതം അല്ലെങ്കിൽ ആ വിശുദ്ധരായിട്ട് തന്നെ ഇരിപ്പാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പക്ഷേ കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മളൊക്കെ ഇതിരിക്കുമ്പോഴും ഞാൻ തന്നെ ചിന്തിക്കുമായിരുന്നു. ഇപ്പം എൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ചിന്തയിൽ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു. എൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അവൻ്റെ പഠിത്തമായി അവനെ MBA എടുപ്പിക്കണം, അല്ലെങ്കിൽ MBA പഠിപ്പിക്കണം, തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകണം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ഈ ലോകത്തിലെ കാര്യങ്ങളിലൊക്കെ എങ്ങനെ മുഴുകി വചനമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്. അപ്പോൾ ഞാനിന്ന് ചിന്തിച്ചൊരു കാര്യമാണ്, അപ്പോൾ നമ്മളിതിനെല്ലാം ഉത്സാഹം കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വചനത്തെക്കുറിച്ചും നമ്മുടെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ കാര്യത്തെക്കുറിച്ചും എത്രമാത്രം നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്നു. അത് വലിയ സീരിയസ് ആയിട്ട് തന്നെയാണ് ഞാനത് എടുത്തത്. പിന്നെ ഞാനത് ദൈവത്തിൻ്റെ സന്നിധിയിൽ പറഞ്ഞ, കർത്താവേ, ഈ കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു, അതിനുള്ള ഓട്ടങ്ങൾ ഓടുന്നു. ഇതൊക്കെ വളരെ ഇതായിട്ട് നമ്മൾ ചെയ്യുകയും ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതിനിടയിൽ നമ്മൾ പലപ്പോഴും നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, തീർച്ചയായിട്ടും നമ്മളിവിടെ കടന്നു വരുന്നു. നമുക്കൊരവസരം കിട്ടുന്ന സമയങ്ങളിൽ നമ്മളിവിടെ കടന്നു വരുന്നു, പോന്നു. ചൊവ്വാഴ്ചയും ഞായറാഴ്ചയും ഒക്കെ നമുക്ക് കൂടി വരാൻ കഴിയുന്നുണ്ട്. ഓൺലൈൻ മീറ്റിങ്ങുകൾ നമുക്ക് ധാരാളമായിട്ടുണ്ട്. യൂട്യൂബിനകത്തൂടെ മെസ്സേജുകൾ ധാരാളമായിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കിടക്കുകയും ചെയ്യുമ്പോൾ തന്നെയും നമ്മൾ ശരിക്കും ഈ ലോകത്തിലെ കാര്യങ്ങളിൽ നമ്മൾ ബിസി ആകുന്നുണ്ടോ? നമുക്ക് ഈ അറിവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിതിങ്ങനെ പറയാൻ വളരെ എളുപ്പമാണ്, പറയാൻ കഴിയും. അത്യാവശ്യം സംസാരിക്കാൻ കഴിയുള്ളവരും അത്യാവശ്യം വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഈ കാര്യങ്ങളെ ഗ്രഹിക്കാൻ കഴിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് തുറന്നിട്ട് നമുക്ക് നല്ലൊരു കാര്യം പറയാൻ വേണ്ടി അല്ലെങ്കിൽ പറഞ്ഞ് ഫലിപ്പിക്കുവാൻ നമുക്ക് കഴിയും. പക്ഷേ ഇത് നമ്മുടെ ലൈഫിൽ അനുദിന ജീവിതങ്ങളിൽ നമ്മുടെ ലൈഫിനകത്ത് എത്രമാത്രം ഈ ഒരു കാര്യത്തിനകത്ത് ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് എത്രമാത്രം ഇത് നമ്മുടെ ജീവിതത്തിൽ ലൈവായി തീരുന്നുണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ വളരെ ചിന്തിക്കേണ്ടിയ ഒരു സമയമാണ്. അതാണ് കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ തള്ളപ്പെടുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ നിന്ന് കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ തീർച്ചയായിട്ടും നമ്മൾ കാണുക തന്നെ ചെയ്യും. ഇല്ലെങ്കിൽ
തള്ളിക്കളയുക തന്നെ ചെയ്യുന്നുള്ള ഒരു ഉറപ്പായ കാര്യം തന്നെയാണ്. കാരണം ആ പുറകിൽ 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വീണുപോയവരെക്കുറിച്ച് പറയുന്നു. അനേക സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് കർത്താവിന് വേണ്ടി നിന്ന് അവസാനം ആ ഒരു ലക്ഷ്യം കാണാതെ പോകുന്ന അവസ്ഥ. നമ്മൾ പറയുമ്പോഴെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുറമേ നമ്മൾ കാണുന്ന ആ ഒരു ഇതിലല്ല കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹൃദയത്തിൽ യഥാർത്ഥമായിട്ടൊരു മാനസാന്തരം, നമ്മുടെ ഹൃദയത്തിലൊരു കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ഒരു കാര്യത്തിനകത്ത് നമ്മൾ തീരുമാനമായിട്ട് എടുത്ത് തന്നെ നമ്മൾ പോകണം. വളരെ സീരിയസ് ആയിട്ട് നമ്മൾ തന്നെ കാണണമെന്നുള്ളൊരു കാര്യമായിരുന്നു എന്നെക്കുറിച്ച് എന്നോട് ദൈവം കാണിച്ചു തന്ന ചില കാര്യങ്ങളായിരുന്നു. കാരണം ഈ കർത്താവിൻ്റെ വരവ് എത്രയും അടുത്തിരിക്കുന്നു. നമ്മളിത് പറയുകയും നമ്മൾ ഈ ലോകത്തിലെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പരസ്പരം പറയാറുണ്ട്. വൃത്തിയാൽ വിശ്വാസികൾ പറയും, ഇതെല്ലാം കാണുമ്പോൾ നമ്മളൊന്നറിയുന്നു കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ കാണുമ്പം നമ്മളിങ്ങനെ തന്നെയാണ് കാണുന്നത് ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും. പക്ഷേ ഇതിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് എത്രമാത്രം ഈ കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നുണ്ട്, എത്രമാത്രം നമ്മുടെ ഹൃദയത്തിൽ ആ വിശുദ്ധിയുടെ ഭാഗത്തേക്ക് നമ്മൾ എത്രമാത്രം അടുക്കുന്നുണ്ട്, ആ വിശുദ്ധി നമ്മുടെ ജീവിതത്തിനകത്ത് എത്രമാത്രം ഉണ്ടെന്നുള്ള ഒരു കാര്യം. ഞാൻ പല കാര്യങ്ങളും ഈ കഴിഞ്ഞ ആഴ്ചകളൊക്കെ ആയിട്ട് ദൈവം നടത്തിയ കുറേ കാര്യങ്ങൾ ഞാൻ ഇന്നിങ്ങനെ ദൈവത്തിൻ്റെ സന്നിധി ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങളും ഞാനും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പല കാര്യങ്ങൾ ലെവലായി കഴിഞ്ഞപ്പോൾ എൻ്റെ ഇഷ്ടത്തിൽ നിന്ന് ഞാൻ പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും കർത്താവിനെ അടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അടി മേടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ആ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ട് തന്നെ കർത്താവ് എന്നെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ആ ഒരു അവസ്ഥയിലൂടെ തന്നെ കടത്തിവിടുവാൻ പല കാര്യങ്ങൾ ഞാൻ ചെയ്ത സമയത്ത് ആ സമയത്ത് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ആ കാര്യം നടക്കണം, അങ്ങനെ പോകണം എന്നുള്ളതാണ്. പക്ഷേ കർത്താവ് തിരിഞ്ഞു വന്നതിന് ശേഷം കുറേ നാളുകൾ ശേഷം അവിടെ ഒരു പരാജയമൊക്കെ എൻ്റെ ജീവിതത്തിൽ കാണിച്ചു തന്നതിന് ശേഷം കർത്താവിനെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമായിരുന്നു, നമ്മൾ ഈ ഓട്ടം ഓടുമ്പോഴും നമ്മുടെ ഹൃദയം എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ളൊരു കാര്യം. ആദ്യയിലുണ്ടായിരുന്ന ഒരു ഭക്തിയും വിശ്വാസവും സ്നേഹവും ഒക്കെ ഇങ്ങോട്ട് അടുത്തടുത്ത് വരുമ്പോഴും നമ്മുടെ പൈസയുടെ കൂടുതലും അല്ലെങ്കിൽ പൈസ കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന സാഹചര്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഈ ലോകത്തിലേക്ക് കുറേശ്ശെ മാറിപ്പോകുന്നുണ്ടെന്നുള്ളൊരു കാര്യമൊക്കെ കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ എന്നെ ഇന്നലെയും ഞാനൊക്കെ എന്നെ ചിന്തിപ്പിച്ച ചില കാര്യങ്ങളായിരുന്നു. കാരണം പല കാര്യങ്ങളും കർത്താവ് തടസ്സപ്പെടുത്തുകയും അവിടെ അടിക്കുകയും ചെയ്യുമ്പം അത് വളരെ പെയിൻഫുള്ളാണ്. നോക്കുമ്പം പല നഷ്ടങ്ങളും വരുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു. ഇതൊക്കെ നടക്കുമ്പോഴും ഞാൻ തിരിച്ച് ചിന്തിച്ചപ്പം അവിടെയൊക്കെയും കർത്താവിൻ്റെ ശിക്ഷയാണ് ഞാൻ കണ്ട കാര്യം. കാരണം കർത്താവിനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ കർത്താവിനെ കരുതുന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ നടന്നു പോകുന്നത്. ഞാനപ്പം കർത്താവിനോട് പറഞ്ഞൊരു കാര്യം, കർത്താവേ ഇനിയും തുടർന്നുള്ള സമയങ്ങളിലും കർത്താവേ എന്നുള്ള പല കാര്യങ്ങളിലൂടെ പോകുമ്പോഴും പല കാര്യങ്ങൾ എടുക്കുമ്പോഴും പല കാര്യങ്ങൾ ജോബ് കാര്യങ്ങളോടും അനുബന്ധിച്ചാണെങ്കിൽ പോലും പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ കർത്താവേ നിൻ്റെ വിശുദ്ധി വിട്ടിട്ട് അല്ലെങ്കിൽ നിൻ്റെ നീതി വിട്ടിട്ട് ഒരു കാര്യം കർത്താവ് ചെയ്യുവാൻ കർത്താവ് ഇടയാകരുതെന്ന് കർത്താവിനോട് പറയാൻ ഇടയായി തീർന്നു. ഞാനിത് പറയുമ്പം ഈ കഴിഞ്ഞ ആഴ്ച അതിന് മുമ്പത്തെ ആഴ്ചയൊക്കെ നമ്മളോട് വചനം വളരെ ശക്തമായിട്ട് തന്നെ സംസാരിച്ചപ്പോൾ പക്ഷേ അതൊന്നും നമ്മളതിനെ എത്രമാത്രം വിലയേറിയതായിട്ടാണ് എണ്ണുന്നുള്ളത് ഞാൻ നോക്കിയപ്പം അതിന് വിലയായിട്ട് ആരും കാണുന്നില്ല എന്നുള്ള ഒരു സത്യം അങ്ങനെ എനിക്ക് തോന്നിയത്. കാരണം വിലയായിട്ട് നമ്മൾ കാണുന്നുണ്ടായിരുന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് വെറുതെ ഇരിക്കാൻ കഴിയുമായിരുന്നു. ഞാൻ സൗരനോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യമാണ്, നമ്മളോട് പരിശുദ്ധാത്മാവ് ഹോളി സ്പിരിറ്റ് നമ്മളോട് സംസാരിക്കുന്നെങ്കിൽ നമുക്ക് മൗനമായിട്ടിരിക്കാൻ കഴിയുമോ? ഇല്ല, കഴിയത്തില്ല. നമ്മൾ എണ്ണീച്ച് പ്രതികരിക്കും. നമ്മളോട് കർത്താവ് ഇന്ന് എന്നോട് സംസാരിച്ചു എന്ന് നമ്മൾ വാ തുറന്ന് പറയും, തീർച്ചയായിട്ടും. അപ്പം നമ്മൾ ഈ കടന്നു വരുന്ന ദിവസങ്ങളൊന്നും നമുക്ക് എന്താ പറയേണ്ടിയേ ഒരു ലോസായി തീരരുത്. കാരണം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവരാണ്. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ തീർച്ചയായിട്ടും കർത്താവ് വരുന്ന നാളിൽ നമ്മൾ പറയും കർത്താവിനോടുകൂടെ നമ്മളും പോകേണ്ടിയവരാണ്. കർത്താവ് ചേർക്കുവാൻ വേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് ആഗ്രഹിക്കുന്നത് നിഷ്കളങ്കരും വിശുദ്ധിയിലും നിൽക്കുന്നവരെ തന്നെ കർത്താവ് കൊണ്ടുപോകത്തുള്ളൂ, അല്ലെങ്കിൽ കർത്താവ് ചേർക്കത്തുള്ളൂ, തീർച്ചയായിട്ടും. അപ്പം നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങുക. ഞാനിപ്പം ഈ പൈതങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ആരും അതിനകത്ത് വിഷമിക്കേണ്ട കാര്യങ്ങളില്ല. കാരണം ഇത് സത്യമായ കാര്യങ്ങളാണ്. കാരണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലതും നമ്മൾ ആഗ്രഹിച്ചതിന് ശേഷം നമ്മളത് നമ്മുടെ ജീവിതത്തിൽ ചില ഘട്ടങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്നാനപ്പെടുന്ന കാര്യം തന്നെ ഞാൻ വീണ്ടും പറഞ്ഞേ, അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ എത്രമാത്രമാണ് ഈ കാര്യത്തിനകത്ത് വില കൊടുക്കുന്നത്, എത്രമാത്രം നമുക്ക് കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ നമുക്ക് മുമ്പോട്ട് കടന്നു നിന്നിട്ട് കർത്താവിനോട് സംസാരിച്ചു, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചക്കാലം കർത്താവിനെ നടത്തി എന്ന് ജസ്റ്റ് ഒരു വാക്ക് നമുക്ക് പറയാൻ കഴിയുന്നില്ലെങ്കിൽ വളരെ കഷ്ടമാണ് എന്നുള്ള ഒരു കാര്യം കൂടെ ഞാൻ ഈ കാര്യത്തിൽ ഓർപ്പിക്കുകയാണ്.
ആ ഈ വചനങ്ങളാൽ എന്നെ ദൈവം നടത്തിയതിനായിട്ടും ബലപ്പെടുത്തിയതിനായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ ഇതൊരു വലിയ മാനസാന്തരത്തിന് കാരണമായി തീർന്നു. കാരണം ഞാൻ ചിന്തിക്കുകയായിരുന്നു പല കാര്യങ്ങളും. ഞാൻ ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ ഒരാളുടെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ ട്യൂണിങ്ങനെ മാറി. അപ്പം എൻ്റെ ഹൃദയത്തോട് അപ്പം തന്നെ കർത്താവ് സംസാരിച്ചൊരു കാര്യം, നീ ഈ കാര്യം സ്റ്റോപ്പ് ചെയ്തോ അല്ലെന്നുണ്ടെങ്കിൽ നിനക്കിത് ഏറ്റവും വലിയൊരു മുറിവായി ഒരു ഭാരമായി തീരും. കാരണം ഞാനാണ് ഈ ടോപ്പിക് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തത്, പക്ഷേ ഇതിങ്ങോട്ട് ഓവറായിട്ട് പോകുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. ഞാൻ അപ്പം തന്നെ ഒരു സിഗ്നലിൽ അവിടെ വന്നു കഴിഞ്ഞപ്പം വേറൊരു കാര്യം അവിടെ വന്നു. അങ്ങനെ അതിൽ ഞാൻ തന്നെ ടേൺ ചെയ്ത ആ കാര്യം സബ്ജക്റ്റ് മാറ്റി വിട്ടു. അതിനുശേഷം ഞാൻ ആ വണ്ടിയിൽ നിന്ന് ഞാൻ ഇറങ്ങേണ്ടിയടുത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പം കർത്താവ് എൻ്റെ ഹൃദയത്തോട് പറഞ്ഞൊരു കാര്യം, കണ്ടോ നീ അതിന് വളം വെച്ച് കൊടുത്തായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ. അപ്പം ഞാൻ വളരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഞാൻ റൂമിലോട്ട് ഇങ്ങനെ പോവുക. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോവുക. അപ്പം ഞാൻ കണ്ട ഒരു കാര്യം, കർത്താവിൻ്റെ ഒരു സ്നേഹം എത്രമാത്രമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടൽ എത്രമാത്രം ഉണ്ടെന്ന് ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ്. ഞാൻ ജസ്റ്റ് പഞ്ച് ചെയ്യാൻ വേണ്ടി നടന്നു പോകുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് പോകുന്നത്. കാരണം കർത്താവ് എത്ര വിശ്വസ്തനാണെന്നുള്ളൊരു കാര്യം. കാരണം നമ്മുടെ ഹൃദയത്തോട് കർത്താവ് ഇടപെടുന്ന സമയത്ത് തന്നെ നമ്മൾ അതിൽ നിന്നും മാറിയിട്ട് ആ കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കുക എന്നുള്ളൊരു കാര്യം. അപ്പം നമ്മളതിന് മാത്രം വില കൊടുക്കണം എന്നുള്ളൊരു കാര്യം, എത്രമാത്രം നമ്മൾ വില കൊടുക്കണം എന്നുള്ളൊരു കാര്യം. ഞാനപ്പം എന്നിട്ടും ഞാൻ നോക്കുമ്പം വെറും 0 ആയിട്ട് ഒന്നും ആയിട്ടില്ല, വെറും 0 ആയിട്ട് തന്നെയാണ് പിന്നെയും കാണുന്നത്. അപ്പം ദൈവം തന്ന ഈ വചനത്തിലായിട്ടും അതുപോലെ തന്നെ ഞാൻ ഒന്നുകൂടെ 1 പത്രോസിലെ 1 ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. 13 വാക്യങ്ങൾ. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ച് കൊള്ളുവിൻ. പണ്ട് നിങ്ങളുടെ അജ്ഞാതകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധൻ ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുവീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അതെ, നമ്മൾ തീർച്ചയായിട്ടും കർത്താവ് നമ്മളെക്കുറിച്ച് ആ വിശുദ്ധിയിൽ ജീവിപ്പാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതെ, മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. തീർച്ചയായിട്ടും നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ പ്രവാസകാലം നമ്മൾ ഭയത്തോടെ തന്നെ കഴിക്കണം. കാരണം നമ്മളിതിനെല്ലാം വില കൊടുക്കേണ്ടിയവരാണ്. നമ്മൾ തീർച്ചയായിട്ടും കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നോക്കി പാർത്തിരിക്കുന്നവരും കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കിയിരിക്കുന്നവരും നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആ പ്രവാസകാലം നമ്മൾ ഇവിടെ ആയിരിക്കുന്നവരുടെ സമയം ആ വചനത്തിന് വേണ്ടി നമ്മൾ നിൽക്കുന്നവരായിരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു സന്തോഷം നമ്മൾ പൂർണ്ണമായിട്ടും കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും വേണം, അത് അനുഭവിച്ച് അറിയുക തന്നെ വേണം. കാരണം നമ്മൾ ഈ ലോകത്തിലെ കാര്യങ്ങൾ അനുഭവിച്ചറിയുക എന്ന് പറഞ്ഞത് വളരെ ഈസിയാണ്. നമ്മുടെ സുഖ കാര്യങ്ങളിലൊക്കെ നമുക്ക് ലോകപരമായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാനും സന്തോഷിക്കാനും ഒക്കെ നമുക്ക് കഴിയും. പക്ഷേ നമ്മൾ കർത്താവിനോട് ചേർന്ന് നടന്നിട്ട് കർത്താവിലൊരു സന്തോഷം എത്രമാത്രം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ടെന്നുള്ളത് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ട ആവശ്യമാണ്. വ്യക്തവും മൃദുപ്രാരംഭ്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണെന്നത്രേ നിങ്ങൾ അറിയുന്നുവല്ലോ. തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആ കർത്താവിൻ്റെ രക്തത്താൽ തന്നെയാണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നതെന്നും അവൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. അപ്പം നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ ആ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പം നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് കർത്താവ് ആ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് അവൻ നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ച ആ കർത്താവിനോട് നമുക്ക് നന്ദി പറയാം. നമുക്ക് ഇങ്ങനെ അവസരങ്ങൾ തരുന്നതും നമ്മളിങ്ങനെ വചനം കേൾക്കുവാനൊക്കെ കർത്താവ് നമ്മളെ ഇടയാക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളായാലും കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയും ചൊവ്വാഴ്ചയും ഒക്കെ ദൈവത്തിൻ്റെ വചനം വളരെ ശക്തമായിട്ട് തന്നെ നമ്മുടെ നമ്മളോട് ഇടപെടുമ്പോൾ നമുക്ക് മാനസാന്തരപ്പെടാം. നമ്മൾക്ക് ഹൃദയങ്ങളെ കർത്താവിലേക്ക് സമർപ്പിക്കാം, നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിലേക്ക് പകർന്നു കൊടുക്കാം. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ഈ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവേ എന്നെ മാറ്റണമേ. നമ്മൾ ഏതവസ്ഥയിൽ കർത്താവ് നമ്മളെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ എന്നെ ആയിത്തീരുവാൻ തക്കോണം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം, നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവേ, നീ ഓരോരുത്തർക്കായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ദൈവം ഇടപെട്ട ഒരു കാര്യം ഇങ്ങനെയായിരുന്നു. കർത്താവിനോട് ഞാൻ പറയുന്ന ഒരു കാര്യം, കർത്താവേ, നീ എന്താണ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? കർത്താവേ, ഇവിടെ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കർത്താവേ എന്നിലൂടെ നിവർത്തിക്കണം. ഞാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, ഞാൻ ഈ ഖത്തറിലായിരിക്കുമ്പോൾ, ഞാൻ ഈ സഭയിലായിരിക്കുമ്പോൾ
വീട്ടിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ കർത്താവെ നീ എന്താണ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹം കർത്താവെ പൂർണ്ണമായിട്ട് നിവർത്തിക്കാൻ തൊക്കണം. കർത്താവെ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ, ആ പ്രാർത്ഥനയോടെ നമ്മൾ കടന്നു വരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഓരോരുത്തരോടും കർത്താവ് സംസാരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. കാരണം നമ്മുടെ ആഗ്രഹം, നമ്മൾ ഞായറാഴ്ച ഈ വെള്ളിയാഴ്ച നമ്മൾ കടന്നു വരുമ്പോൾ രാവിലെ എണീക്കുന്നു, നമുക്കറിയാം നമ്മൾ രാവിലെ എണീക്കുന്നു, നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നു. ഈ ചൂട് നമുക്കറിയാം, ഇപ്പോഴത്തെ ഈ ചൂട് അത്ര കഠിനമായ ചൂടത്ത് ഞാൻ വിചാരിക്കുകയായിരുന്നു, ഞാൻ ജസ്റ്റ് റൂമിൽ നിന്ന് ഇറങ്ങി നടന്ന് ഞാൻ എൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേന് ഞാൻ മൊത്തം വേർത്ത് കുളിച്ചു. അത്രമാത്രം ആ ഒരു അല്ലെങ്കിൽ അത്രമാത്രം ബുദ്ധിമുട്ടിലാണ് നമ്മൾ അവിടെ വരെ ഞാൻ എത്തിയത്. അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, അപ്പോൾ ഇത്രമാത്രം നമ്മളൊരു കാര്യം ചെയ്തിട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന്, ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഫുള്ള് വേർത്തിട്ട് മൊത്തം ഒഴിവാണ്, വണ്ടിയിൽ ഇരുന്നിട്ട് നമുക്ക് ചൂട് കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇത്രമാത്രം വില കൊടുത്തിട്ടാണ് നമ്മളിവിടെ കടന്നു വരുന്നത്. അപ്പം ആ കടന്നു വരുമ്പം നമ്മൾ കടന്നു വരുന്ന ഇത്രയും എഫേർട്ട് എടുത്ത് ഇവിടെ വരുമ്പം ദൈവത്തിൻ്റെ വചനമൊക്കെ കേൾക്കുമ്പം നമ്മുടെ ഹൃദയങ്ങളോട് ആ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യം എന്നോട് ചോദിക്കുകയാണ്. ഞാനിങ്ങനെ ഓരോ ചെയറിനും ഞാൻ അങ്ങോട്ട് ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഓരോ ചെയറും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഓരോരുത്തർ ഇരിക്കുന്നു ഒക്കെ ആയിട്ട് ഞാനിവിടെ ചിന്തിച്ചാൽ മതി. ഞാൻ ഓപ്പണായിട്ട് പറയാം, ഞാൻ അത്ര ചിന്തിച്ചാണ് ഞാനിവിടെ കടന്നു വന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യം, ഈ വചനമൊക്കെ നമ്മുടെ ഹൃദയത്തിനകത്തോട്ട് കർത്താവ് തരുമ്പം അത് പരിശുദ്ധാത്മാവിൽ ഏറ്റെടുക്കാനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും, നമ്മുടെ പൈതങ്ങളടക്കം, നമുക്ക് വളർന്നു വരുന്ന തലമുറയടക്കം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ആഗ്രഹം കർത്താവിനെ ആയിരിക്കുന്നിടത്തൊക്കെയും അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന അവൻ്റെ ദാസന്മാരായിട്ട് ഇരിപ്പാനും, അതുപോലെ തന്നെ കർത്താവിൻ്റെ വരവിൽ ആ വരവിനെ നോക്കി പാർക്കുന്നവരായിരിക്കാൻ നോക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അപേക്ഷിച്ചുകൊണ്ട്